പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിനമാണ് ഇന്ന്. ഉച്ചയ്ക്ക് 12:29 മുതൽ 12:30 നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത്ത് മുഹൂർത്തത്തിലാകും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. 84 സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം. വിഷ്ണുവിന്റെ പൂജയ്ക്ക് പ്രധാനമാണ് ഈ ദിനം. വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ 16 ആരംഭിച്ചിരുന്നു. വിവിധ വസ്തുക്കൾക്കൊപ്പം വിഗ്രഹം കിടത്തിയുള്ള അധിവാസമാണ് മറ്റ് യജ്ഞങ്ങൾക്കൊപ്പം നടത്തിയത്. ട്രസ്റ്റ് അംഗവും അയോധ്യ രാജകുടുംബാംഗവുമായ അനിൽ മിശ്രയും പത്നിയുമായിരുന്നു ഈ ചടങ്ങുകളുടെ യജമാനർ. പ്രായശ്ചിത്ത പൂജയോടെയാണ് തുടങ്ങിയത്. 17 മൂർത്തിയെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവന്നു. 18 തീർത്ഥപൂജ, ജലയാത്ര, ജലാധിവാസം, ഗന്ധാധിവാസം എന്നിവ നടന്നു. 19 ഔഷധീവാസം, കസ്തൂരി അധിവാസം, നെയ് അധിവാസം, ധാന്യാധിവാസം എന്നിവയും 20 ശർക്കര, വിവിധ ഫലങ്ങൾ, പുഷ്പങ്ങൾ എന്നിവയിലുള്ള അധിവാസവും നടന്നു. ഇന്നലെ ശയ്യാധിവാസവും നടന്നു. ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റും. തുടർന്ന് അഞ്ജനമെഴുതി ഭഗവാനെ കണ്ണാടി കൊണ്ട് കാണിക്കുന്നതോടെ ദർശനത്തിന് തുടക്കമാകും. അചലമൂർത്തിയായ പുതിയ വിഗ്രഹത്തിന് പുറമെ ഉത്സവമൂർത്തികളായി ഇതുവരെ ആരാധിച്ചിരുന്ന രാംലല്ല, ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ എന്നിവരുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമക്ഷേത്രത്തിൽ മുഴങ്ങുക 50-ലേറെ വാദ്യമേളങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വാദ്യങ്ങളാണ് മംഗളധ്വനി. ഉച്ചയ്ക്ക് 12 മണിവരെയാണ് സംഗീത വിരുന്ന് നടക്കുക. നാഗസ്വരവും തകിലും മൃദംഗവും, ആന്ധ്രയിൽ നിന്ന് ഘടവും കർണാടകയിൽ നിന്ന് വീണയും 2 മണിക്കൂറോളം വായിക്കും. ഡൽഹിയിൽ നിന്ന് ഷഹനായി, രാജസ്ഥാനിൽ നിന്ന് രാവൺ ഹഥ, ജാർഖണ്ഡിൽ നിന്ന് സിത്താർ, ബംഗാളിൽ നിന്ന് ശ്രീഖോൽ, സരോദ്, ഗുജറാത്തിൽ നിന്ന് സന്തൂർ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതോപകരണങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അകമ്പടി വാദ്യങ്ങളാകും. ഡൽഹിയിലെ സംഗീത നാടക അക്കാദമിയാണ് ഈ കലാകാരന്മാരെ പ്രാണപ്രതിഷ്ഠയ്ക്കായി അണിനിരത്തുന്നത്. സംഗീത പരിപാടി നിയന്ത്രിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ യതീന്ദ്ര മിശ്രയാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ എടുത്തുകാട്ടുന്ന സംഗീത പരിപാടിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി അയോധ്യയിൽ നടക്കുന്നത് എന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.